എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് തൊടുപുഴ മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയായ ജോഷാച്ചനോടൊപ്പമാണ് ഉള്ളത്. അപ്പം ജോഷാച്ചൻ രാവിലെ ഒരു ബാഗ് നിറച്ച് കുറേയധികം സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാം. ജോഷാച്ച, നമ്മളിപ്പോൾ അവധിയാണ്, കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ ഭവനത്തിലുണ്ട്. അപ്പോൾ ഈ അവധിക്കാലത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഭയങ്കര കളിചിരികളുടെ സമയമാണിപ്പോൾ. ധാരാളം ജീവനുണ്ട്, ജീവിതമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ എത്രയും പേര് അവധിക്കാലത്ത് നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും എൻഗേജ് ചെയ്യാനുള്ളൊരു നല്ല സാഹചര്യവും സന്തോഷമുള്ള സമയമാണ്. ഈ സന്തോഷത്തിനിടയിൽ നിറയെ സംഘർഷങ്ങളുള്ള ഒരു സാഹചര്യത്തിലും കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇനി 2 മാസത്തേക്കുള്ള ആശങ്കകളുണ്ട്. എങ്ങനെയാണ് ഈ 2 മാസം? 100 പിള്ളേരോളം ഉണ്ട്. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ നമുക്ക് 46 ഹോമുകളാണ് ഈ ജുവനൽ ജസ്റ്റിസ് ആക്ടിൻ്റെ കീഴിലുള്ളത്. അപ്പോൾ ഈ 46 ഹോമുകളിൽ കുറച്ച് ഹോമുകളിൽ കുഞ്ഞുങ്ങളില്ല ഇപ്പോൾ, അവധിക്കാലം ആയതുകൊണ്ടും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ട്രസ്റ്റാണ് ഇപ്പോൾ ഈ അപ്പന്മാരും അമ്മമാരും അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും വീടുകളിലേക്ക് പോകണം. കാരണം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ ജീവിക്കേണ്ടത് ഇങ്ങനെയൊരു സെറ്റപ്പിലല്ല. ദേ ഹാവ് ടു ഹാവ് ദെയർ പേരൻസ്. അപ്പോൾ അച്ഛനോ അമ്മയോ ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾ തിരിച്ച് വീടുകളിലേക്ക് പോകുന്നു എന്നുള്ളത് ഞങ്ങൾക്കും സന്തോഷമാണ്. കാരണം അവർക്കൊരു നല്ലൊരു പേരൻറ്റിങ് കിട്ടി, അവർക്ക് നഷ്ടമാകുന്നതൊക്കെ തിരിച്ച് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം. അതിപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആണെങ്കിലും DCPO ആണെങ്കിലും എന്താ പറയുക, നമ്മുടെ എല്ലാ ലോക്കൽ ബോഡീസും, ഗവൺമെൻറ് എല്ലാ ലോക്കൽ ബോഡീസും ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങളുടെ സുസ്ഥിതിയും സന്തോഷമാണ്. ഞങ്ങളെ സംബന്ധിച്ചും ഇപ്പോൾ സ്കൂളുള്ള സമയത്തുള്ള ഗുണം എന്ന് വെച്ചാൽ കുറച്ച് നേരം കുഞ്ഞുങ്ങൾ സ്കൂളിലാകുമ്പോൾ നമുക്കൊരു ശാന്തതയും സമാധാനമുണ്ട്. പക്ഷേ ഇപ്പോൾ അവധിക്കാലം വരുമ്പോൾ അവർ മുഴുവൻ സമയം ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ എക്സ്ട്രാ ബേർഡൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇടയ്ക്ക് ചേട്ടന്മാരുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവിടെ 3, 4, 5, 6 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ പെടുന്ന ഒരു പാട്, അമ്മമാരുടെയൊക്കെ പാട് അല്ലെങ്കിൽ അച്ഛന്മാരുടെ പാട്. എല്ലാ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങൾ കുറച്ച് പേര് കുസൃതികളായിരിക്കും, കുറച്ച് പേര് വളരെ പാവങ്ങളായിരിക്കും. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ ഒന്ന് മാനേജ് ചെയ്യാൻ നല്ല ക്ലേശമുണ്ട്. കാരണം അത് ഈ തലമുറ മാറ്റത്തിൻ്റെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം ഇതാ. അതായത് ഇതൊരു കുടുംബം പോലെയാണല്ലോ, കുഞ്ഞുങ്ങൾ വളരെയധികം ഉണ്ട്. അപ്പോൾ അവർ ഇത്രയും കുഞ്ഞുങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ആൺകുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ തന്നെ പെൺകുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുമാവുകളുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന്. ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ പ്രശ്നങ്ങളായിട്ട് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ പ്രശ്നങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളല്ല എന്നുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഇത് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ മോനെ, ആത്മസംഘർഷമുള്ള കുറേ വിഷയങ്ങളുണ്ട് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ, സാമൂഹിക പരിസ്ഥിതിയിൽ പിള്ളേർ പോകുന്ന വഴികൾ, ഈ നാച്ചുറൽ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള നന്മയിലേക്ക് തിരിയണം എന്നുള്ള നമ്മുടെ നാച്ചുറൽ ഇൻക്ലിനേഷൻ, അവരെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ചുറ്റുപാട് നോക്കുന്നിടത്തെല്ലാം തിന്മയിലേക്ക് പോകാനുള്ള എല്ലാ വഴികളും അവരുടെ ചുറ്റുപാടും ഉണ്ട്. നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ പിള്ളേരുടെ എന്നുള്ളത്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, പ്രത്യേകിച്ച് മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, അവരുടെ ഒരു ലോകം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ലോകത്തിലാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. നമ്മുടെ വേവ് ലെങ്തുമായിട്ട് ഒരിക്കലും അവരുടെ ചിന്തകൾ ഒന്നിച്ചു പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കിവിടെ 18 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫോണൊന്നുമില്ല. എങ്കിൽ പോലും ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ആയിട്ടുള്ള അക്സസിബിലിറ്റി ഉണ്ട്. അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിക്കാറുണ്ട്. പിള്ളേർ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ നാളുകളിൽ ഞാൻ ഈ ആത്മസംഘർഷത്തിൻ്റെ കാര്യം പറയുന്നത് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പറയാം. ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ മേഖലയിലും ഇതിൻ്റെ ഒരു അതിപ്രസരമുണ്ട് കുഞ്ഞുങ്ങളുടെ ഇടയിൽ. അത് സ്കൂൾ കുട്ടികളുടെ ഇടയിൽ, കോളേജ് തലങ്ങളിൽ, പിന്നെ ഈ സമൂഹത്തെ തിന്മയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ പുറകെ നടന്നിത് ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിപ്പോൾ ആദർശ് ബോയ്സ് ഹോം ഉണ്ട്, അക്ഷയ ഗേൾസ് ഹോം ഉണ്ട്, ശ്രേയസ് ഫാമിലി ഹോം ഉണ്ട്, പിന്നെ പ്രശാന്തി 18 വയസ്സിന് മുകളിലേക്കുള്ള ഡെസ്റ്റിറ്റ്യൂട്ട് വിമൻ്റെ ഹോമാണ്. 180 കുഞ്ഞുങ്ങളുണ്ട്. ഇനിയിപ്പോൾ അവധിക്കാലത്ത് ഒരു 10-12 പിള്ളേരും കൂടെ നമ്മുടെ ഹോമിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഇടുക്കി ജില്ലയിൽ 46 ഹോമുകളിൽ ഉള്ള സത്യം പറയാം, ആൺകുട്ടികളുടെ ഹോമുകൾ 2 അടച്ചു പൂട്ടി.
അടച്ചുപൂട്ടിയെന്ന് പറഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്താനല്ല, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിന് ഇത് മാനേജ് ചെയ്ത് പോകാനുള്ള വലിയ ദുരിതമുണ്ട്. ഈ ദുരിതം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളിപ്പോൾ സ്ഥാപനം നടത്തുന്നവർ മാത്രം അനുഭവിക്കണമല്ല. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അവർ ഈ കുഞ്ഞുങ്ങളുടെ സുസ്ഥിതിക്ക് വേണ്ടി അവരുടെ ജീവിതവും ആയുസ്സും എല്ലാം തരുവാണ്. ദേ ആർ സോ ഗുഡ് എന്ന് പറഞ്ഞാൽ ഓരോ കുഞ്ഞുങ്ങൾ, അതായത് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, CNCP വിഭാഗത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർക്ക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങളുടെയും കൃത്യമായിട്ടുള്ള വൈകാരിക, മാനസിക, ആത്മീയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് ഓരോരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ സംഘർഷാവസ്ഥയിലുള്ള ഒരു കുഞ്ഞിനെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റി അതിന് സുസ്ഥിതി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെയുള്ള ഹോമുകളിൽ വിടുക. അതിപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആണെങ്കിലും DCPO ആണെങ്കിലും കളക്ടറേറ്റിൽ നിന്നാണെങ്കിലും. ഇപ്പോൾ നമ്മൾ കളക്ടറിൻ്റെ കാര്യം പറഞ്ഞാൽ ഷീ ഈസ് സോ ഗുഡ്. ഇപ്പോൾ റാൻഡം 3 പ്രാവശ്യം മാഡം നമ്മുടെ ഹോമിൽ വന്നു. ഇതിനു മുമ്പ് കളക്ടറെ നമ്മൾ വിളിച്ചാൽ പോലും വരാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ വിളിക്കാതെ വരുന്നൊരു കളക്ടർ നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്, ഇപ്പം നിലവിലുള്ളത്. ഇപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ സുസ്ഥിതിക്ക് ഉതകുന്ന, ഇപ്പോൾ ആദ്യം എന്നാ പറയുക, ചിന്ന ചിന്ന ആസை എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കളക്ടർ, പിന്നെ കളക്ടറിൻ്റെ ആ ഫാൻ ബേസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ് മാഡത്തിനോട്. മാഡം അതുപോലെയാണ് കുഞ്ഞുങ്ങളോട് ഇടപെടുന്നത്. ഇപ്പോൾ ഇവിടെ വരുമ്പോഴാണെങ്കിലും കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ജെനുവിൻ സ്നേഹം അത് നമുക്ക് മനസ്സിലാവും. അത് ഇഴച്ചുകെട്ടുള്ള സ്നേഹമല്ല. ഷീ ഈസ് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ദ വെൽ ബീയിങ് ഓഫ് ദ ചിൽഡ്രൻ. ചിന്ന ചിന്ന ആശ, ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഉള്ളിലുള്ള ആശയങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഒന്ന് സബലീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സാധിച്ചു കൊടുക്കാൻ പറ്റുന്നവരില്ല. പക്ഷേ എത്രയോ വലിയൊരു കാഴ്ചയോടെയാണ്, അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടെയാണ് മാഡം ചിന്ന ചിന്ന ആശ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹോമുകളിൽ, അതായത് 1200ഓളം കുഞ്ഞുങ്ങളുണ്ട് ഇടുക്കി ജില്ലയിൽ ഇങ്ങനെയുള്ള ഹോമുകൾ, 46 ഹോമുകളിലായിട്ട്. ഇവരുടെ എല്ലാം മനസ്സിലിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ചെകഞ്ഞെടുത്ത് അത് എഴുതി മേടിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ള ആളുകളെ കൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ചു. അതൊരു എന്താ പറയുക, നല്ലൊരു സ്ട്രെയിനുള്ളൊരു പ്രോഗ്രാമായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു ആഗ്രഹങ്ങൾ, ഇപ്പോൾ ഒരാൾക്കൊരു സൈക്കിൾ വേണം, ഒരാൾക്കൊരു വാച്ച് വേണം, ഒരാൾക്ക് അങ്ങനെ ഓരോരുത്തരും കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ തക്കവിധം കളക്ടറുടെ ബുദ്ധിയിലുണ്ടായ ഒരു നന്മയാണ്, ആശയവും കൂടെയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് പൂർണ്ണ വിജയമായിരുന്നു. ഇപ്പോൾ ഇവിടെയുള്ള 180 കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് പൊതുസമൂഹത്തിൽ നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഫേസായിട്ട് നമുക്ക് അതിനേക്കാൾ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെയുള്ള മക്കളുടെ ബർത്ത്ഡേ യഥാർത്ഥത്തിൽ ബർത്ത്ഡേ ആണോന്ന് പോലും നമുക്കറിയത്തില്ല. അച്ഛനായിരുന്നോ അമ്മയായിരുന്നോ അറിയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ നമ്മൾ തീരുമാനിക്കുന്ന ഒരു ഡേറ്റ് ബർത്ത്ഡേ ആയിട്ട് കരുതി, അതിപ്പോൾ DCPയിൽ അതിൻ്റെ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു ആശയം എന്ന് പറഞ്ഞാൽ, ഏത് ഹോമിലെ ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ആരെങ്കിലും പൊതുസമൂഹത്തിൽ നിന്ന് ഒരു കേക്കുമായിട്ട് വരും. അത് ചെറിയ കാര്യമല്ല. പിള്ളേരെ സംബന്ധിച്ച് അവരെ അംഗീകരിക്കപ്പെടുന്നു, സ്നേഹിക്കപ്പെടുന്നു, അവരെ കരുതാൻ ആളുണ്ട് എന്നുള്ളൊരു തോന്നൽ, ഇറ്റ്സ് സൈക്കോളജിക്കൽ. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ 30 വർഷത്തെ അനുഭവത്തിൽ നോക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം സ്നേഹം വേണം, അംഗീകാരം വേണം. ഇനി സ്നേഹവും അംഗീകാരവും കിട്ടാതെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ദുരന്തമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോണത്. ഇത് മുഴുവൻ കണ്ടു, എല്ലാ ഐറ്റവും ഉണ്ടല്ലേ? എല്ലാ ഐറ്റമല്ല, ഇത് കൂടുതലും കൂളാണ്. 1 മാസത്തിനുള്ളിൽ നമ്മുടെ ബോയ്സ് ഹോമിൽ നിന്ന് പിടിച്ചെടുത്ത കൂളാണ് ഇത് മുഴുവൻ. ഇതെങ്ങനെയാണ് ജോഷി പിള്ളേരുടെ കയ്യിലേക്ക് എത്തുന്നത്? കുട്ടികൾക്ക് ഒരു കാരണവശാലും അവരുടെ കയ്യിൽ ഇത് വാങ്ങിക്കാനുള്ള പണം ഇല്ല. അപ്പോൾ ഞാൻ പറയാൻ പോണേ, ഇതിനകത്ത് ഇതെങ്ങനെ കുഞ്ഞുങ്ങളുടെ കൈകളിൽ എത്തുന്നു എന്നുള്ളതിന് ഉത്തരം, ഇതിപ്പോൾ ഈ ഒരു പാക്കറ്റ് കൂളല്ല നമ്മുടെ പ്രശ്നം. ഇത് പ്രശ്നം തന്നെയാണ്. ഇതിപ്പോൾ വളരെ വ്യാപകമായിട്ട് ഇതിപ്പോൾ ഹൈസ്കൂളിലെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്നാണ് ഇത് മുഴുവൻ പിടിച്ചത്. 1 മാസത്തിനുള്ളിൽ ഞാൻ കസ്റ്റംസുകാർ ചെയ്യണ പോലെ പുറത്തു പോകണ മോനെ തിരിച്ചു വരുമ്പോൾ സകലതും ചെക്ക് ചെയ്തിട്ട് ഈ പരിശോധിച്ച് പിടിച്ചാണ് ഇത് മുഴുവൻ. അതിനിടയ്ക്ക് പറയുന്നതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ ഈ പത്രം വായിച്ചാൽ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ആൺകുട്ടികളോടൊപ്പം തന്നെ പെൺകുട്ടികളും ഈ പറയുന്ന പോലെ മയക്കുമരുന്ന് അതല്ലെങ്കിൽ ഇത്തരം ലഹരി വസ്തുക്കൾക്ക് അടിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പം നമ്മളെ സംബന്ധിച്ച് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനെ സംബന്ധിച്ച് പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു കൊച്ച് നേരത്തെ ഇവിടെ വരുന്നതിന് മുമ്പ് വലിക്കുമായിരുന്നു എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. സംശയാസ്പദമായിട്ട് ചില സമയത്തൊക്കെ സിഗരറ്റിൻ്റെ കുറ്റിയൊക്കെ ഗേൾസ് ഹോമിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നയാൾ വലിച്ചു എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇതുവരെ ആരെയും പിടിച്ചിട്ടൊന്നുമില്ല.
പക്ഷേ ആൺകുട്ടികളുടേത് ഇപ്പം ഞാൻ മോനോട് ചോദിച്ചത്, ജോൺസണോട് ചോദിച്ചത് ഇതെങ്ങനെ ഇത് വരണു, അതെ, ഇത് വരണമെന്ന് വെച്ചാൽ ഇത് ആസ് എന്താ ഇതിൻ്റെ ഈ മെറ്റീരിയൽ ആസ് സച്ച് ഇത് ചീത്തയാണ് തിന്മയാണ്. ഞാൻ ഇതിനെ പഠിക്കുന്നതിന് മുമ്പ് ഇതെങ്ങനെ ഇവിടെ വരുന്നു എന്നുള്ളതിനുള്ള ചോദ്യത്തിന് ഉത്തരം ഈ കുഞ്ഞുങ്ങളെല്ലാം റെസ്റ്റ്ലെസ് ആണ്. ശൈശവ ബാല്യ കൗമാരങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സ്വസ്ഥത ലഭിക്കാത്തതുകൊണ്ടാണ് അറിയാതെ ഈ സാധനങ്ങൾ അകത്ത് വരുന്നത്. ഈ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ലഹരി ആസ്വദിക്കുന്നതിനേക്കാൾ ഉപരി ജീവിതത്തിൽ ലഭിക്കേണ്ടുന്ന, ജീവിതം നൽകേണ്ടുന്ന ലഹരി അവരുടെ ഉള്ളിൽ ഉണ്ടാകാത്തത് കൊണ്ടും ജീവിതം കൊടുക്കേണ്ടുന്ന ലഹരി അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടും ആ പ്രതലം ശൂന്യമായതുകൊണ്ടുമാണ് ഇവർ നിറയ്ക്കാൻ വേണ്ടി സാധനം കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ഇത് സുലഭമാണ്. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, പക്ഷേ സ്കൂളിലേക്ക് ചെന്നാൽ കൂട്ടുകാർ ഏതെങ്കിലും ഒക്കെ വഴിയിൽ ഈ സാധനം കളക്ട് ചെയ്യാൻ ഒരു പ്രയാസമില്ല. ഇപ്പം ഈ 2 പാക്കറ്റ് എന്നെ അത്ഭുതപ്പെടുത്തിയതെന്നു വെച്ചാൽ, ഇപ്പോൾ ബോയ്സ് ഹോം പണിതിട്ട് 2022 സ്വർഗം പോലുള്ളൊരു വീടാണ് പണിത് വെച്ചാണ്. 1,85,00,000 രൂപ മുടക്കി. ദൂരം മനുഷ്യരുടെ കഷ്ടപ്പാടാണ്. എല്ലാം ഏഴടി പൊക്കത്തിൽ ടൈലും ഇട്ട് 7 കുഞ്ഞുങ്ങൾക്ക് 3 കക്കൂസ് വീതം 40 കുഞ്ഞുങ്ങൾക്കുള്ള സൗകര്യമാണ് അവിടെ ഉണ്ടാക്കിയത്. എൻ്റെ സങ്കടം എന്നാന്ന് ചോദിച്ചാൽ, ഈ ശൂന്യതയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കാത്തു പരിപാലിച്ച് കൊണ്ടുപോകുമ്പോൾ അവരിലുള്ള നന്മയ്ക്ക് പകരം അവരിലുള്ള തിന്മ, അവരിലുള്ള ആ ഇല്ലായ്മകൾ അതതിൻ്റെ പൂർണ്ണതയിൽ അവരവിടെ കാണിക്കുക. കുഞ്ഞുങ്ങളുടെ സമഗ്രമായ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെക്കാൾ ദൈവം പരിപാലിച്ചും സ്നേഹിച്ചും എല്ലാ സൗകര്യങ്ങളും പിള്ളേർക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ എത്ര സ്കൂളുകളിൽ ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാൻ പറയില്ല, ഇങ്ങനെയുള്ള വാസനകളിലെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവരുടെ ജീവിതം നശിപ്പിച്ച് കളയുന്ന ഈ പ്രലോഭനങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂസിക്കും ഈ പറഞ്ഞ എല്ലാ കളികൾക്കും വേണ്ടിയുള്ള സൗകര്യങ്ങളും, അതുപോലെ തന്നെ ഇപ്പോൾ ഗാർഡനിങ്, മനോഹരമായ ഗാർഡൻ സെറ്റ് ചെയ്തു, വെജിറ്റബിൾ പ്ലാന്റിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ ദർ ഇസ് എ പ്രോസസ് ഓഫ് സബ്ലിമേഷൻ. ഇവരുടെ ഉള്ളിലുള്ള നെഗറ്റീവിസം പോസിറ്റീവിസം ആക്കാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഉള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് ഒരു മാനസികമായിട്ടുള്ള സന്തോഷവും സമാധാനവും കൈവരും, ഉറപ്പായിട്ടും. പക്ഷേ ഇതിനകത്ത് വിഷയം എന്താണെന്ന് വെച്ചാൽ, നാച്ചുറൽ ഇൻക്ലിനേഷൻ ഷുഡ് ബി ഫോർ ദ ഗുഡ് ആൻഡ് ബെറ്റർ ആൻഡ് ദ ബെസ്റ്റ്. പക്ഷേ ഈ ഉള്ളിലെ ശൂന്യത, സ്നേഹരാഹിത്യം, അത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ നാച്ചുറൽ ഇൻക്ലിനേഷൻ മുഴുവൻ തിന്മയിലേക്കാണ്. അപ്പോൾ ബീഡി വലിച്ചു കഴിഞ്ഞാൽ ഈ പുക കൊണ്ട് എന്തോ സുഖം കിട്ടുമെന്നാണ് അവരുടെ വിചാരം. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത്, ഇപ്പോൾ ബീഡി വലിച്ചൊരു കൊച്ചു വന്നു, സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബീഡിയുടെ മണമുണ്ട്. ചോദ്യം ചെയ്താൽ ആദ്യത്തെ ഉത്തരം കൂട്ടുകാരൻ തന്നു. ഓക്കെ, കൂട്ടുകാരൻ തന്നു എന്നുള്ളതാണ് വാക്ക്. അപ്പൊ യഥാർത്ഥത്തിൽ അത് കൂട്ടുകാരനല്ല എന്നുള്ളതാണ്, അതാണ് സത്യം. അപ്പൊ ഈ കൊച്ചിന് തിരിച്ചറിവില്ല, അവന്റെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന ഈ അവൻ പറയുന്ന സോ കോൾഡ് കൂട്ടുകാരൻ അവന്റെ അന്തകനാണെന്ന് അവന് ചിന്തയില്ല. ഇത് എത്ര പറഞ്ഞാലും ഈ കുഞ്ഞുങ്ങളുടെ ഇതിലേക്ക് പോകില്ല. അപ്പൊ ഈ പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അവരിങ്ങനെ തേടി നടക്കുവാണ് എവിടെയാണ് ഇത് കിട്ടാനുള്ളത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 1 മാസത്തിനുള്ളിൽ പിടിച്ച സാധനം ഇത്. നമ്മൾ എത്ര വിദഗ്ധമായിട്ടാണ് ഇവർ പറ്റിക്കണമെന്ന് ഓർത്ത് നോക്ക്. പറ്റിക്കണമെന്ന് മാത്രമല്ല, അത് ചങ്കും ചോരയും കൊടുത്തിട്ടാണ് ഈ 180 എണ്ണത്തിന് രാവിലെ മുതൽ നീ ഓർത്ത് നോക്ക്. നേരം വെളുക്ക് മുതൽ ഉറങ്ങാൻ പോണത് എപ്പോഴാണ്? ചില രാത്രിയിൽ ഉറക്കം ഉണ്ടോ? ഇല്ല. കാരണം ഏത് പ്രശ്നവും ഏത് സമയത്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളിരുന്ന സ്വന്തം കുഞ്ഞുങ്ങളെ പറ്റിയാ കുറ്റം പറയുന്നത്. ഈ കുഞ്ഞുങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ. ഇവരെ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ ഒരു പഴുതുമില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് ദേ പ്രോബ്ലം. ആ പ്രോബ്ലത്തെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പൊ സത്യം പറഞ്ഞ ഈ ലഹരിയുടെ ഈ അതിപ്രസരം, ചികിത്സ വേണ്ടത് പിള്ളേർക്കല്ല, ചികിത്സ വേണ്ടത് സത്യം പറഞ്ഞ പേരൻസിനാണ്. എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ കുഞ്ഞായിട്ട് കരുതാനും ആ കുഞ്ഞിന്റെ സമഗ്ര വികസനത്തിനും ഉപകരിക്കുന്ന രീതിയിൽ ഒരു കുടുംബം സെറ്റ് ചെയ്യാൻ പറ്റാത്ത മാതാപിതാക്കളുടെ കുഴപ്പമാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെയായി പോകാൻ കാരണം. ഇപ്പോൾ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലുള്ള 180 കുഞ്ഞുങ്ങളുടെയും പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവനാ വില്ലൻ. മദ്യവും മയക്കുമരുന്നുമാണ് ഒരു കുടുംബത്തെ ശിഥിലമാക്കുന്നത്. അപ്പോൾ മദ്യം കഴിക്കുന്ന അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയ ഒരു അച്ഛനെ എങ്ങനെയെങ്കിലും ഭാര്യയും മക്കളെയും പോറ്റാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റായി. ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ മ്യൂസിക് അതുപോലെ തന്നെ പല കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
ഈ പ്രാക്ടീസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അല്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ ഇത്തരം ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടാത്ത കുട്ടികളെ സംബന്ധിച്ച് ലഹരിയുടെ ഉപയോഗത്തിൽ വ്യത്യാസമുണ്ടോ? ജോൺസേ, അത് ഇങ്ങനെ കാണണം. ഇപ്പോൾ 180 കുഞ്ഞുങ്ങളുള്ളതിൽ എല്ലാവർക്കും മ്യൂസിക് ടാലൻ്റ് ഒന്നുമില്ല. ഇതിനകത്ത് മ്യൂസിക് ഒരു ഘടകമാണ്. ഇപ്പോൾ ഗാർഡനിങ് ഒരു ഘടകമാണ്. എന്താ ഇവരുടെ നെഗറ്റീവ് എനർജി പോസിറ്റീവ് ആക്കാനുള്ള ഒരു പ്രോസസ്സാണ്. അവരുടെ നെഗറ്റീവ് എനർജി പോസിറ്റീവ് ആക്കാനുള്ള ഒരു പ്രോസസ്സാണ്. ഇന്നലെ ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ ഈ ഗാർഡനിൽ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. ഇവരെല്ലാവരും കൂടെ പണിയുന്ന പണി നമ്മൾ പൈസ കൊടുത്ത് പണിയിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. പിള്ളേരെ അത് അവർ എൻജോയ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഇപ്പോൾ നല്ല ചെടി നടുക, അത് ചട്ടിക്കകത്താക്കുക, അത് ചട്ടിയിൽ നിന്ന് എടുത്ത് ഒരിടത്തും മറ്റിടത്ത് കൊണ്ടുപോയിക്കുക, അതിന് ഇച്ചിരി വളം ഇടുക, അതിനകത്ത് പുല്ല് പറിക്കുക, ഇതെല്ലാം എന്നാ പറയുക ഒരു ഹൃദയത്തിനും മനസ്സിനും ആനന്ദം നൽകുന്ന ഒരു ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ച് നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ അവർ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ദേ ആർ സോ ഹാപ്പി. പിന്നെ പിള്ളേരെ കൊണ്ട് ഇത് ചെയ്യിക്കുമ്പോൾ അവരെ അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു എന്നൊരു മനസ്സ് അവർക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം പണി കഴിയുമ്പോൾ ചിലപ്പോൾ സ്പെഷ്യലായിട്ടൊരു കൂൾ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ കുറച്ച് ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പോൾ ആ ഒരു കൂട്ടായ്മയും സ്നേഹവും ദേ റിയലി എൻജോയ്. അപ്പോൾ നമ്മളിവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ ജോജോയോ ഇപ്പോൾ പിള്ളേർ ആരെങ്കിലും അല്ലെങ്കിൽ സിന്ധോമയൊക്കെ കൂട്ടി ചിലപ്പോൾ തണ്ണിമത്തൻ അവർ വിലമതിക്കപ്പെടുന്നു എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് അവർ പോസിറ്റീവ് ആകുന്നുണ്ട്. അങ്ങനെ അവരെ നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മ്യൂസിക്കും ഇപ്പോൾ അവരൊരു ഒരു പെർഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഓട്ടോ ചാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് അവരെ പറ്റി തന്നെ ഒരു മതിപ്പുണ്ടായി കഴിയുമ്പോൾ കുറേ കാര്യങ്ങളിൽ നിന്ന് വ്യത്യാസം ഉറപ്പായിട്ടും. ഇപ്പം 180 കുഞ്ഞുങ്ങളിൽ വളരെ വിരളം കുഞ്ഞുങ്ങളിലാണ് ഈ ദുശീലത്തിലുള്ളത്. ഈ ദുശീലത്തിലുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെ ആകാനുള്ള കാരണമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. ഇനിയിപ്പോൾ ഇതിനകത്ത് പരിഹാരം ഞാനിപ്പോൾ പിന്നെ ഹൃദയപൂർവ്വം കുറച്ച് കാര്യങ്ങൾ പറയട്ടെ, ഒരു അനുഭവം പറയട്ടെ. ഇപ്പോൾ ഈ പിള്ളേരെ അപ്പോൾ നമുക്ക് ഈ മാതാപിതാക്കളെ കൂടി ഒന്ന് റെഫർ ചെയ്യാനും മാതാപിതാക്കൾക്ക് ഇതൊരു തിരിച്ചറിവാകാനുള്ള ഒരു നല്ല അനുഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ 2 പാക്കറ്റ് കൂള് സത്യം പറഞ്ഞാൽ കക്കൂസിൻ്റെ ഫ്ലഷ് അടിച്ചപ്പം വെള്ളം പോണില്ല. അപ്പോൾ പ്ലംബർ സോമൻചേട്ടൻ പോയിട്ട് അത് തുറന്നു കഴിയുമ്പോൾ ഈ സാധനം ഫ്ലഷിൻ്റെ അടിയിലായിരിക്കണേ. ഈ 100 പാക്കറ്റ് കൂളുണ്ട്. ഈ 2 പാക്കറ്റ് ഒരു ഫ്ലഷിൻ്റെ അടിയിലിരിക്കുക. അപ്പോൾ കക്കൂസി കയറുക, ആരും അറിയാതെ എടുത്ത് വായിൽ വയ്ക്കുക, പണി തീർക്കുക, ഇറങ്ങി പോരുക, ആരും അറിയണില്ലോ. അപ്പോൾ ഇത് പിള്ളേർ കാണിക്കുന്ന ഈ കുതന്ത്രം. അപ്പോൾ ഈ കുതന്ത്രത്തിന് പുറകിൽ ഇപ്പം നമ്മളല്ലല്ലോ ഇത് പഠിപ്പിക്കണേ. ഇവരുടെ മനസ്സിലെ ബുദ്ധിക്ക് പാറുണ്ടാകുന്ന കുബുദ്ധി, അതാ ഞാൻ പറഞ്ഞത്. അത് ഈ ശൂന്യത മാറാൻ വേണ്ടിയിട്ടാണ് ഈ കുബുദ്ധിയോട് ഇവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞുങ്ങളിൽ നല്ല ബുദ്ധിക്ക് പകരം കുബുദ്ധി ഉണ്ടാകാനുള്ള കാരണം ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. 2 ഉദാഹരണങ്ങൾ പറയാം. 12 വർഷമായിട്ട് ഞാനിവിടെ കരുതുന്ന ഒരു മോനാണ്, പേര് നമുക്ക് പറയണ്ട. 12 വർഷമായിട്ട് അവൻ്റെ 3 സഹോദരങ്ങൾ ഇവിടെയുണ്ട്. അച്ഛനും അമ്മയും മരിച്ചുപോയി. 3 സഹോദരങ്ങൾ ഇവിടെയുണ്ട്. ഇനി 2 സഹോദരങ്ങൾ തമിഴ്നാട്ടിൽ എവിടെ ഉണ്ടെന്ന് ഞങ്ങളിങ്ങനെ അറിയണം. മൂത്ത ചേച്ചി ഒരു പോക്സോ കേസിൽ പെട്ട് വേറൊരു ഹോമിലുണ്ട്, അത് ഈ ജില്ലയിലും അല്ല. അത്രയും കലുഷിതമായൊരു ജീവിത സാഹചര്യം. ഈ 7 മക്കളുടെ അച്ഛനാരെന്ന് നമുക്കറിയത്തില്ല, അവർക്ക് പോലും അറിയില്ല. കാരണം നമുക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും DCPയും ആണ് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുതന്നത്. അവർ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നത്. കാരണം ഇങ്ങനെ വാഗബോൺസ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, ശരിക്കും ധർമ്മം തെണ്ടി നടന്നൊരവസ്ഥയിൽ നിന്നാണ് ഈ കുഞ്ഞുങ്ങളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ ഒരു സങ്കടം, 12 വർഷമായിട്ട് ഞാനിപ്പോൾ ഈ കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് അവനെ പരിപാലിച്ച് സ്നേഹിച്ചു കൊണ്ടുവരുവാണ്. അപ്പോൾ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ മുതൽ നല്ല കൊച്ചാണ്, വളരെ നല്ല കൊച്ചാണ്. ഇപ്പോൾ എൻ്റെ കൂടെ പണിക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഈസ് എക്സലൻറ്റ്. ഒരു കാര്യം നമ്മൾ പറയാതെ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പഠിക്കാൻ അവൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ അവൻ അറിയത്തില്ല. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് ഇപ്പോൾ എല്ലാ 10ാം ക്ലാസ്സുകാരും അങ്ങ് ജയിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അവനും ജയിച്ചു. 8ാം ക്ലാസ് മുതൽ ഞാനൊരു ചെറിയ മോശം സ്വഭാവം അവന് കാണാൻ തുടങ്ങി. അതായത് പ്രായത്തിന്റെ ബീഡിയിൽ തുടങ്ങി. സ്കൂളിൽ പോയിട്ട് 8ലും 9ലും ഒക്കെ പഠിക്കുമ്പോൾ അവൻ ബീഡിയുടെ ഇത് വേണം. അപ്പോൾ നമ്മൾ എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ചങ്കത്ത് ചേർത്ത് നിർത്തി ഉപദേശമാണല്ലോ, മോനെ ഇത് കൊള്ളത്തില്ല, ഇത് കൂട്ടുകാരനല്ല, നിന്റെ അന്തകനാ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അവന്റെ ചെവിയിൽ ഇത് 1000 വട്ടം കേട്ടിട്ടുണ്ട്. മോനെ ഞാനുള്ള കാര്യം പറയാം, 8ാം ക്ലാസ് മുതൽ തുടങ്ങിയ ആ ദുശീലം. അതിനിടയ്ക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാൻ ഞാൻ കാപ്പിയോടി വെട്ടി വെച്ചേക്കുക. അത് ഇടയ്ക്ക് പ്രയോഗിക്കുകയും ചെയ്യും. അപ്പൊ ഈ വീഡിയോ വലിച്ചേച്ച് വരുമ്പോ നല്ല കുഞ്ഞാട്ടോ മിടുക്കനാട്ടോ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചിട്ട് കാര്യമില്ല, നല്ല പഷ്ടടിയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ അടി കൊടുത്തിട്ട് പിന്നെ ഞാനും പറഞ്ഞല്ലോ, ഈ അടി കൊടുത്തിട്ട് എനിക്ക് രാത്രി കിടക്കും കരച്ചിൽ വരും.
ഈ ആരെയാണ് നമ്മൾ അടിക്കണേ? അച്ഛനും ഇല്ല അമ്മയും ഇല്ലാത്തൊരു കുഞ്ഞിനെയാണ്. അപ്പോൾ അതൊരു ആത്മസംഘർഷം തന്നെയാണ്. അച്ഛൻ ആരെന്ന് അറിയത്തില്ല, അമ്മ അത്ര ദുരിതപ്പെട്ട് ജീവിച്ചു, അവസാനം മരിച്ചുപോയി, ഭൂമിയിൽ ഇനി ആരുമില്ല. അപ്പോൾ ഈ ശൂന്യതയിൽ നിന്നൊക്കെയാണ് ഇവർ ഇത് തേടാനായിട്ട് നടക്കുന്നത്. 8ാം ക്ലാസ് മുതലേ ചെറിയൊരു സ്വഭാവ ദൂഷ്യം തുടങ്ങിയിട്ട് ഞാൻ ഈ അടി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഹൈറേഞ്ച് ഹോട്ടലിൽ കൊണ്ടുപോകും, ഭക്ഷണം മേടിച്ചു കൊടുത്ത് ഹൃദയത്തിന്റെ വേദന മാറ്റാൻ വേണ്ടിയിട്ട്. ഹൃദയത്തിന് നമ്മൾ മുറിവുള്ള ഒരു കുഞ്ഞിന്റെ മുകളിൽ പിന്നെ മുറിവുണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് തന്നെയല്ല, ഇപ്പൊ ഞാൻ പഠിച്ചു 100 അടി അവരെ അടിച്ചാലും ഈ സാധനം വിട്ടുപോകില്ല, വിട്ടുപോലെ ഉറപ്പായ കാര്യം. അപ്പൊ അതിനെന്താണ് ഒരു പരിഹാരം എന്നുള്ളതിന് എനിക്ക് ഇപ്പോഴും ഒരു ഉത്തരവില്ല, കൃത്യമായ ഉത്തരവ്. പക്ഷെ എനിക്ക് ഉത്തരവുണ്ട്. ഈ ഒരു വിഷയം ഉണ്ടാകാത്ത വിധം നമ്മുടെ കുഞ്ഞുങ്ങളെയും ഈ ലോകത്തുള്ള സകല കുഞ്ഞുങ്ങളെയും എന്ത് ചെയ്യണം? വാത്സല്യത്തിലും സ്നേഹത്തിലും അവരുടെ തനിമയിലും അവരുടെ ബാല്യ ശൈശവ കൗമാരങ്ങൾ നശിപ്പിക്കാതെ ഉത്തമ വ്യക്തിത്വങ്ങളായിട്ട് സമൂഹത്തിൽ വാർത്തെടുത്തെങ്കിൽ മാത്രമേ ഈ സാധനത്തെ ഉപേക്ഷിക്കും. ഇനിയിപ്പോൾ ഈ സാധനങ്ങളെല്ലാം പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം ഇവിടെ ഉണ്ടാവും ജോൺസാ, മദ്യം ഇവിടെ ഉണ്ടാവില്ലേ? ഈ കുഞ്ഞുങ്ങളെ കേൾക്കാൻ ഒരാളില്ല എന്നുള്ളൊരു തോന്നൽ ഒരു പരിധിയിലധികം ഈ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്നില്ലേ? ഉറപ്പായിട്ടും. ഞാൻ അവർക്ക് ലഭിക്കേണ്ടുന്ന അംഗീകാരം കിട്ടാതെ വരുമ്പോഴാണ് ഇവരിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ ചോദിച്ചാൽ 16 വയസ്സാകുന്നില്ലേ ഉള്ളൂ. അപ്പോൾ +2 കഴിയാതെ ഇവരെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ല, ഒരു വൊക്കേഷണൽ ട്രെയിനിങ്ങിന് വിടണമെങ്കിലും, ഇപ്പോൾ കുക്കിങ്ങോ അല്ലെങ്കിൽ പ്ലംബിങ്ങോ വയറിങ് എന്തെങ്കിലും ആധികാരികമായിട്ട് പഠിപ്പിക്കണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സിന് വിടണമെങ്കിൽ +2 കൂടെ കഴിയണമല്ലോ. നമ്മുടെ ഹോമിലെ കുഞ്ഞുങ്ങളാണെന്ന്, അതായത് കോട്ടയത്ത് ഹോട്ടൽ അസോസിയേഷൻകാരുടെ ഒരു ഇതുണ്ട്, എന്നാ പറയണേ, ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുണ്ട്. അതും 18 കഴിഞ്ഞവരൊക്കെ അവിടെ ഇതുള്ളൂ. നമ്മുടെ പിള്ളേരാണെന്ന് അവരറിഞ്ഞിട്ടും ഇവർക്ക് 2 പേർക്കും ആരുമില്ല. മറ്റേ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞാൽ അതിന് പേര് പറയാതെ, മറ്റേ കൊച്ചിനെ പറഞ്ഞാൽ അച്ഛനുണ്ട്, ഒരു 12 വർഷം മുമ്പ് ഇവിടെ കൊണ്ടയാക്കി അച്ഛനെ പിന്നെ കണ്ടിട്ടില്ല. അമ്മ HIV ഇൻഫെക്റ്റായിട്ട് മരിച്ചു പോയി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയാണ് വാർത്ത. അപ്പോൾ ഈ 2 പിള്ളേർക്കും ആരുമില്ല. അപ്പോൾ ഇവരെ ഞാൻ 16,000 രൂപ വീതം മുടക്കി സ്പെഷ്യൽ പെർമിഷൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്ന് എടുത്തിട്ട് കോട്ടയത്ത് കൊണ്ടുപോയി ഹോട്ടൽ മാനേജ്മെൻറ്റ് ചേർക്കണം. ഹോട്ടൽ മാനേജ്മെൻറ്റ് തിയറി ഒന്നും പഠിക്കില്ല, നമുക്കറിയാം. പ്രായോഗികമായിട്ട് എന്തെങ്കിലും പഠിച്ച് ഇപ്പോൾ നമ്മുടെ എത്രയോ കുഞ്ഞുങ്ങൾ മിടുക്കരായി ഹോട്ടൽ മാനേജ്. ഈ ഡിപ്ലോമ കോഴ്സ് 1 വർഷത്തിന് 2 വർഷത്തെ കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ട് എത്രയോ കുഞ്ഞുങ്ങൾ സ്വയം പര്യാപ്തരായി. അപ്പോൾ ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഇവരെ കൊണ്ട് ചേർത്തത്. കുറേ കുഞ്ഞുങ്ങൾ വിദേശത്തും പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവരെ 2 പേരെ ഞാൻ കോട്ടയത്ത് കൊണ്ടേ ആക്കിയിട്ട് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ 2 പേരും തിരിച്ചു പോകുന്നു. അതിനിടയ്ക്ക് ഇതുണ്ട്, അവിടെ എന്തോ ചെറിയ മോഷണം നടത്തി. പിന്നെ ഇവർ 2 പേരും കൂടെ പുറത്ത് പോയി ഏതാണ്ട് പണിയെടുത്തൊരു മൊബൈലും സ്വന്തമാക്കി. 15 വയസ്സിലിപ്പോൾ മൊബൈലാണോ വേണ്ടത്, അതേ ഒരു 21, 22, 23 വയസ്സാകുമ്പോഴത്തേക്കും ജീവിതം കാക്കണം എന്നുള്ള ആവശ്യമാണോ മുന്നിൽ നിൽക്കേണ്ടത്? അപ്പോൾ ഈ 15, 16 വയസ്സിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ആ ചിന്ത വരുന്നതേയില്ല. മൊമെൻ്ററി പ്ലഷേഴ്സ്, അപ്പോൾ അവർക്ക് കിട്ടുന്ന സുഖം, അപ്പോൾ അവർക്ക് കിട്ടുന്ന വൈകാരികമായ പൂർത്തീകരണം, ഇത് മാത്രമേ അവരുടെ തലയിലുള്ളൂ. അപ്പം നന്മയിലുള്ള സുഖത്തേക്കാൾ അധികം തിന്മയിലുള്ള സുഖത്തെ ആർജിക്കാനും അത് സ്വായത്തമാക്കാനുമാണ് ഈ കുഞ്ഞുങ്ങളിലുള്ള നാച്ചുറൽ ഇൻക്ലിനേഷൻ. 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല, എന്ത് ചെയ്യും കുഞ്ഞുങ്ങളെ? തിരിച്ച് നമ്മുടെ ഹോമിലേക്കാണ് കൊണ്ടുവന്നത്. ഇതിനകത്തൊരു വിഷയമുണ്ട്. ഇവരെ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു വിഷയം എന്നാന്ന് ചോദിച്ചിട്ട് മനസ്സിലായോ? ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കിട്ടുന്നത് ദുർമാതൃക. കാരണം ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും എന്ത് ചെയ്താലും ജോശാതെ വീണ്ടും തിരിച്ചെടുത്തോളും എന്നുള്ളൊരു ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഞാൻ നിസ്സഹായനാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പേഴ്സ് 5 പേരുണ്ട്. അവരെന്ത് ചെയ്യും? നിസ്സഹായപ്പെട്ട് നമ്മുടെ കേൾക്കാനല്ലാതെ അവർക്കും ഒരു വഴിയില്ല. തള്ളിക്കളയാനും പറ്റത്തില്ല. ഉൾക്കൊള്ളുന്നതിലുള്ള പ്രശ്നം, ഇങ്ങനെയുള്ള പരിമിതികളുണ്ട്. അതെ. എന്നിട്ട് കൊച്ചു കേട്ടു, DCP ആണെങ്കിൽ ഇവരെല്ലാം, അത് എന്ത് മനോഹരം. ഇപ്പോൾ നമ്മുടെ ജില്ലയിലെ എല്ലാ ജില്ലകളിലും, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ഐ ആം വെരി ഷുവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കരുതൽ എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കരുതൽ. അത് ഈ ഓരോ ഉദ്യോഗസ്ഥരുടെയും ആ പേഴ്സണലായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് കേട്ടോ സാർ. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രാവും പകലും അവരെ പോലും ഉപേക്ഷിച്ചിട്ട് മറ്റുള്ള കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ടുണ്ട്. പക്ഷെ ഞങ്ങളെയൊക്കെ നിസ്സഹായപ്പെടുത്തുന്ന സ്വഭാവ വൈകൃതങ്ങളാണ് ഈ കുഞ്ഞുങ്ങളിലൊക്കെ ഉള്ളത്. ഇപ്പം ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ പിള്ളേരെ ചിലപ്പോൾ ഈ ഹോമിൽ നിന്ന് വേറൊരു ഹോമിലേക്ക് മാറ്റി. വല്ലോ രക്ഷയുണ്ടോ എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം പരിഹാരപ്പെടണില്ല.
ഇവിടുന്ന് വേറൊരു ഹോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ ഹോമും കൂടെ അവർ നശിപ്പിക്കും. ഇതാണ് ഈ പിള്ളേരിലുള്ള പ്രശ്നം. ഇനി അപ്പോൾ തിരിച്ച് ഇവിടെ ഹോമിൽ കൊണ്ടുവന്നു മക്കളെ രണ്ടുപേരും. അത് കഴിഞ്ഞ് ഞാൻ ഇതുങ്ങളെ ചെയ്തതെന്നു വെച്ചാൽ രണ്ടുപേരെയും എൻ്റെ കൂട്ടുകാരുണ്ട് ജോഷി, കാർ വാഷ് എന്ന് പറഞ്ഞിട്ട് കമ്പനി, 3 കമ്പനിയുണ്ട്. അപ്പോൾ അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം തൊടുപുഴകൾ മെഷീൻ വർക്കാണ്, ചുമ്മാ ചൂലെടുത്തുള്ള അടിയല്ല, കംപ്ലീറ്റ് ക്ലീനിങ് വിത്ത് മെഷീൻ. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയി ഞാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്ന് വീണ്ടും സ്പെഷ്യൽ ഓർഡർ എടുത്ത് ട്രെയിനി ആയിട്ട് രണ്ടുപേരെയും കൊണ്ട് കമ്പനിയിൽ വിടുവാണ്. രാവിലെ 6 മണിക്ക് ഞാൻ 2 ബോയ്സ് ഹോമിൽ പോയി ബൈക്കിന് കയറ്റി പാറയിൽ കരിമണ്ണൻ്റെ കടയിൽ കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച് കൊടുത്ത് വെങ്ങല്ലൂർ കാർ വാഷിൽ കൊണ്ടുവിടും. 2 മാസം പോയി. ഈ 2 മാസം കൊണ്ട് ഏതാണ്ട് 10-12,000 15,000 രൂപയോളം 2 പേർക്കും പൈസയും കിട്ടി. 2 പേർക്കും ഞാൻ 8,300 രൂപ വീതം മുടക്കി 2 അടിപൊളി സൈക്കിൾ മേടിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ഈ ബൈക്ക് യാത്ര ഒഴിവാക്കാൻ വേണ്ടി രാവിലെ സൈക്കിളുമായിട്ട് പോയാൽ മതി, വെങ്ങല്ലൂർ വരെ പോയാൽ മതിയല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഏത് സൈറ്റിലാണെങ്കിലും അവരുടെ വണ്ടിക്ക് കൊണ്ടുപോകും. അതൊരു 2 മാസം പോയി. അത് കഴിയുമ്പം പിന്നെ പിള്ളേർക്ക് മടുപ്പാണ്, പറ്റില്ല, എന്ത് ചെയ്യും. 18 ആയിട്ടില്ല. 18 ആയി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ മക്കളെ നിങ്ങൾ പോയി നിങ്ങളുടെ ഇഷ്ടമുള്ള ജീവിക്കും, പറയാൻ പറ്റും. അപ്പോൾ ഇവർക്ക് ജീവിതം എത്താനുള്ള സകല സാഹചര്യങ്ങളും ഇവർക്കുണ്ട്. പക്ഷേ ഈ എൻ്റെ ജീവിതം അവിടെ എത്തിക്കണം എന്നുള്ള ഉള്ളിലെ കത്തിൽ ഇവരുടെ ഉള്ളിൽ പറഞ്ഞില്ല, ലക്ഷ്യബോധമില്ല. അപ്പോൾ 2 മാസം കാർ വാഷിൽ പോയിട്ട് അത് നിർത്തി. ഇനി എന്ത് ചെയ്യും? ഇപ്പോൾ ഒരാളെ ഞാൻ തൊഴിലൊരു എന്നാ പറയുക ജ്യൂസ് മേക്കിംഗ് ഒരു കടയിൽ കൊണ്ട് നിർത്തിയേക്കുവാണ്. മറ്റേ കുഞ്ഞിനെ ഹൈ റേഞ്ച് ഹോട്ടലിൽ കട്ടിങ് ആൻഡ് കുക്കിംഗ് പഠിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ കൂള് വന്ന വഴി ഞാൻ പറഞ്ഞു. 2 മാസമായിട്ട് പുറത്തേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ ഓരോരുത്തരും അകത്തേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ബോഡി ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് കൊണ്ടുപോകും, അകത്തേക്ക് കയറ്റുള്ളൂ. അങ്ങനെ പിടിച്ചതാണ് ഈ സാധനങ്ങൾ മുഴുവൻ. ഇനി ഇതെല്ലാം നമ്മൾ ക്ഷമിച്ചു പുറത്തു. ഇതിൻ്റെ യഥാർത്ഥ ഉറവിടം ഇപ്പോൾ ഇപ്പോൾ ഈ 15 വയസ്സിന് മുകളിലേക്കുള്ള ഒരു 6-7 പേരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായ കാര്യമാണ്. ആരാ ഉപയോഗിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിട്ടില്ല. കാരണം നമ്മുടെ പുറത്തുനിന്ന് കൊണ്ടുവന്ന കഥ ഞാനിപ്പോൾ പറയാം. അതിൽ ഒരാളെ മാത്രമേ ഇപ്പം ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇത് കക്കൂസിന്റെ ക്ലോസറ്റിന്റെ ഫ്ലഷിനകത്ത് ഇത് ആരാ കൊണ്ടുവച്ചെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ല. ചോദിച്ചാൽ കഴുത്ത് കണ്ടിച്ച് കളയുമെന്ന് പറഞ്ഞാലും പറയത്തില്ല. നമുക്ക് കക്കൂസ് പോലെയുള്ള ഇപ്പൊ ഇത് വന്നത് അവസാനം വെക്കാനും പറ്റത്തുമില്ല. കൊച്ചു കേട്ടോ, അവസാനം ഈ ഹോട്ടലിൽ കട്ടിങ്ങിന് പോയ കൊച്ച് തിരിച്ചു വരുവാണ് രാത്രിയിൽ 8:30 ആയപ്പം അവൻ സൈക്കിൾ കൊണ്ട് വന്ന് കയറി. അപ്പോൾ ഞങ്ങൾ പതിവ് പോലെ ബോഡി മുഴുവൻ ചെക്ക് ചെയ്തു, ഒന്നുമില്ല. ചുമ്മാ അവൻ്റെ കക്ഷത്തിൽ ഈ കട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഏപ്രിൻ ഉണ്ടല്ലോ, ഇങ്ങനെ മുകളിലിടുന്ന സാധനം, അതാവൻ പൊതിഞ്ഞ് കക്ഷത്തിൽ വെച്ചേക്കുമായിരുന്നു. അത് മേടിച്ച് കുടഞ്ഞപ്പോഴാണ് 10 പാക്കറ്റ് നിങ്ങൾ പുറത്തേക്ക് ആയത്. മനസ്സിലായോ? 8ാം ക്ലാസ് മുതൽ ഇവൻ്റെ പുറകെ നടക്കുവാണ് നന്മയിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അവനെ പിടിക്കപ്പെട്ടു. അപ്പോൾ ബാക്കിയുള്ള ഒരു പിള്ളേരോടും പറയാതെ അവനെ മാത്രം മാറ്റി നിർത്തി ഞങ്ങൾ ഓഫീസിൽ വെച്ച് അവനെ ചോദ്യം ചെയ്തു. കൊച്ചിനെ ചോദ്യം ചെയ്യുമ്പോൾ കൊച്ചു പറയണത് ജോഷ ഇത് എനിക്ക് വേണ്ടിയല്ല, ഇവിടുന്ന് 2 പേര് പറഞ്ഞിട്ടാ. ഇനി ആ പറഞ്ഞവരെ കുറിച്ച് പറയാം. അതായത് ഇവൻ ഈ 10 പാക്കറ്റ് കൂള് കൊണ്ടുപോയിരുന്നത് അവന് വേണ്ടിയിട്ടല്ല, അവന് വേണ്ടിയിട്ടുമാണ്. പക്ഷെ അവനത് സമ്മതിക്കത്തില്ല. ഇപ്പൊ ഇതിനകത്തുള്ള വേറെ 2 10ാം ക്ലാസ്സുകാരുണ്ട്, അവർ പറഞ്ഞിട്ടാണ് ഞാനിത് കൊണ്ടുവന്നതെന്നാണ് ഇവൻ പറയുന്നത്. ഇനി ഇവിടെയുള്ള 10ാം ക്ലാസ്സുകാർ ആരൊക്കെയാ, അത് പേര് പറയണ്ട നമുക്ക്. ഇപ്പം ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പോയാൽ എല്ലാം സുലഭമായിട്ട് കിട്ടുന്ന അവസ്ഥയിലാണ്. അതിൽ ഒരു കൊച്ചിനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറയാം. ആ കൊച്ച് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും തമ്മിൽ വേർപെട്ട് പോയി. അപ്പോൾ അപ്പനും അമ്മയും വേർപെട്ട് പോയപ്പോൾ ഈ കുഞ്ഞ് നിസ്സഹായനാണ്. 16 വയസ്സുള്ളെങ്കിൽ ഒരു 20 വയസ്സിൻ്റെ ആരോഗ്യമുണ്ട് അവൻ. അപ്പോൾ അവൻ നമ്മുടെ ഇടുക്കി ജില്ലക്കാരനാണ്. വീട്ടിൽ പ്രശ്നമായി, കാരണം അപ്പൻ്റെ വഴിക്ക് പോയി, അമ്മയുടെ വഴിക്ക് പോയി. പിന്നെ ഇവനൊരു പേരപ്പനുണ്ട്, ഇവനെ കരുതുന്ന ഒരു സ്നേഹമുള്ളൊരു പേരപ്പനുണ്ട്. എന്തോ ആവശ്യത്തിന് ഇവൻ്റെ വല്യച്ഛനുമായിട്ട് വഴക്കായി, വല്യച്ഛൻ്റെ ഒരു അടിയും കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ ഒളിച്ചോടി. 16 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ദൈന്യതയത്. അല്ലാതെ അവനെ ഞാൻ കുറ്റപ്പെടുത്തുമല്ല. എന്തുകൊണ്ട് ഈ കുഞ്ഞിങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യമാണ്, ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങൾക്കല്ല, പേരൻസിനാണ്. കുടുംബജീവിതം എങ്ങനെ നയിക്കണം, മക്കളെ എങ്ങനെ വളർത്തണം എന്ന അടിസ്ഥാന പാഠം മാതാപിതാക്കൾ പഠിക്കാതെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഒരു കാലത്തും ഉണ്ടാവില്ല. സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ, കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇവൻ ഇടുക്കി ജില്ലക്കാരനായതുകൊണ്ട് അവനെ ട്രാൻസ്ഫർ ചെയ്ത്
നമ്മുടെ ഹോമിലേക്ക് കൊണ്ടുവന്നു, ആദർശ് ബോയ്സ് ഹോമിൽ വന്നു. അപ്പോൾ അവൻ നമ്മുടെ ഹോമിൽ വന്നിട്ട് ഒരു വർഷം ആകുന്നേ ഉള്ളൂ, ഒരു വർഷം ആയിട്ടില്ല. പിന്നെ അവൻ നല്ല ചെണ്ടകൂട്ടുകാരനാണ്. അപ്പോൾ ഈ അപ്പനും അമ്മയും പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ജീവിതം കാക്കാൻ വേണ്ടിയിട്ട് അവൻ ചേട്ടന്മാരുടെ കൂടെ പോയി ചെണ്ടകൂട്ടുമൊക്കെ പഠിച്ച് അങ്ങനെ ചെണ്ടകൂട്ടിനൊക്കെ പോയാണ് അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ കൂടെ സകല ദുശീലങ്ങളും പഠിക്കുകയും ചെയ്തു. കാരണം ഈ കൂട്ടത്തിലാണ് ഈ പിയർ ഗ്രൂപ്പാണ്. പിയർ ഗ്രൂപ്പല്ല, അവൻ്റെ ഒത്തിരി പ്രായമുള്ള ചേട്ടന്മാരുടെ കൂടെ ഇതിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവരിലൊക്കെ ഉള്ള ദുശീലങ്ങൾ ഇവനും സ്വായത്തമാക്കി. 4 പേര് ഉപയോഗിക്കുമ്പോൾ 5ാമത്തെ ആളും നാച്ചുറലി അവർക്ക് അതിനോട് നോ പറയാനുള്ള ആത്മബലം അവർക്ക് ഇല്ലെന്നുള്ളതാണ് പ്രശ്നം. ഇല്ല. എന്നിട്ട് കൊച്ചു കേട്ടോ, കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യവും ഉണ്ടാവും. എന്നിട്ട് കേട്ടോ, എന്നിട്ട് അപ്പോൾ ഈ ചെണ്ടകൊട്ട അറിയാവുന്നതുകൊണ്ട് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇവർ രണ്ടുപേരും നല്ല കൊട്ടുകാരാണ്. അപ്പം ഇവർക്ക് 2 പേർക്കും ദുശീലമുണ്ട്, ബീഡിയുണ്ട്, കൂളുമുണ്ട്. അത് ഞങ്ങൾക്കറിയാം. പിന്നെ ഇളയത്തങ്ങൾ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്, ഇന്ന സമയത്ത് ഈ ചേട്ടായിമാർ കക്കൂസിൽ നിന്ന് ബീഡി വലിച്ചു, ഞങ്ങൾ കണ്ടു, എഴുതി തന്ന് നമ്മൾ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കും. അത് നമ്മൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഈ റിപ്പോർട്ടൊക്കെ നമുക്കുണ്ടെങ്കിലും ഈ വലിക്കുകയും കുടിക്കുകയും കുടിക്കുന്നല്ല, വലിക്കുകയും ഈ ഹാൻഡ്സും ഈ പറഞ്ഞ കൂളും ഒക്കെ തിന്നുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നേര് പറയില്ല. എന്ത് കാണിച്ചാലും നേര് പറയില്ല. വലിച്ചിട്ട് ഇറങ്ങി വരേണ്ട കൊച്ചിൻ്റെ വായിൽ നിന്ന് ബീഡിയുടെ രൂക്ഷമായ ഗന്ധം ഉണ്ടെങ്കിലും സമ്മതിക്കത്തില്ല. ഞാൻ വലിച്ചിട്ടില്ല ചോദിച്ചത്, എന്ത് ചെയ്യും? അപ്പോൾ ഈ വലിയും കുടിയുണ്ടെന്ന് എനിക്കറിയാം. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അയൽവക്കത്ത് പണിയുന്ന ബംഗാളികളുടെ കട്ടൻ ബീഡിയാണ് പെറുക്കൊണ്ട് പറഞ്ഞത്, ഈ വീര്യം കൂടിയ സാധനം. ഇവൻ 16 വയസ്സേ ഉള്ളൂ. ഇവൻ അഡിക്റ്റഡ് ആണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായി. അവൻ എന്നാ കാണിച്ചാലും അവന് സ്വന്തം പ്രയത്നത്താൽ ഇത് നിർത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇവനെ ഞാൻ എൻ്റെ കൂടെ ഇരുത്തി ഒരു 10 പ്രാവശ്യമെങ്കിലും ഉപദേശിച്ചു, സ്നേഹം കൗൺസിലിംഗ്. ഇവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇതൊന്ന് വരണമെന്ന് ഓർത്തുകൊണ്ടാണ് ഈ നിരന്തരം ഇവനെ വിളിച്ചിരുത്തി കൂട്ടുകൂടി വർത്താനം പറഞ്ഞ് ഒരു ദിവസം രാത്രി 11:30 ആയപ്പോൾ അവൻ എന്നോട് സമ്മതിക്കുവാണ്, ഞാൻ വലിക്കണുണ്ട് ചോദിച്ചാൽ. അത്രയും കാലം 150 പ്രാവശ്യം ചോദിച്ചിട്ട് അവൻ സമ്മതിച്ചിട്ട് വലിക്കേണ്ടത് മനസ്സിലായോ? ഇവൻ എന്നോട് പറയുകയാണ് ഞാൻ വലിക്കേണ്ടത് ചോദിച്ചാൽ. എന്നിട്ട് ഇവൻ ഈ കഥ മുഴുവൻ പറഞ്ഞു, വീട്ടിൽ പ്രശ്നം ഉണ്ടായ കാര്യവും പോലീസ് പിടിച്ച കാര്യവും എല്ലാം, അങ്ങനെയുള്ള എല്ലാം അവൻ്റെ ചരിത്രം മുഴുവൻ അവൻ ഇങ്ങോട്ട് പറയാം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതിനൊരു ഓപ്പൺനെസ് വന്നല്ലോ. ഒരു പക്ഷേ മനസ്സ് നന്നായി വരും, അവിടുന്ന് ഒരു മാറ്റം ഉണ്ടാവുന്ന നമ്മുടെ മനസ്സിലെ പ്രതീക്ഷ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, മോനെ നിനക്ക് നന്നാവണമെന്നുണ്ടോ ചോദിച്ചത്. പിറ്റേ ദിവസം ഞാൻ സോഷ്യൽ വർക്കേഴ്സിനോട് പറഞ്ഞിട്ട് റിപ്പോർട്ട് എഴുതി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൊടുത്തു. സാർ അപ്പം തന്നെ ഓർഡർ എഴുതി തന്നു, ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. എവിടെയാ? മൺവിള, തിരുവനന്തപുരത്ത് മൺവിള ഡോൺ ബോസ്കോ അച്ഛന്മാരുടെ അവിടെ മാത്രമേ ഉള്ളൂ ഈ 13 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങൾക്ക് ഡി അഡിക്ഷൻ. ഇന്ന് കേരളത്തിൽ ആ ഒരു സൗകര്യം മാത്രമേ എൻ്റെ അറിവിലുള്ളൂ. 18 കഴിഞ്ഞവർക്ക് പല ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഇല്ല അല്ലേ? ഇവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, പക്ഷേ അത് ഡി അഡിക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. 18 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഇവിടെ അഡ്മിഷൻ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും മൺവിളയിൽ എന്നാന്ന് വെച്ചാൽ 15 കുഞ്ഞുങ്ങളെ അവർ എടുക്കത്തുള്ളൂ. 15 പിള്ളേർക്ക് ഓരോ കൗൺസിലേഴ്സ് ഉണ്ട്. ഗവൺമെൻറ് പ്രോജക്റ്റാണ്. 90 ദിവസത്തെ ഡി അഡിക്ഷൻ പ്രോഗ്രാമാണ്. ഈ 90 ദിവസത്തെ ചെയ്യാണ്ട് ഓരോ കുഞ്ഞിനും വേണ്ട 60,000 രൂപയോളം ഗവൺമെൻറ് അവർക്ക് കൊടുക്കുന്നുമുണ്ട് ഈ ഹോമിന്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി മൺവിള കൊണ്ടയാക്കുവാണ്. ഞാൻ തന്നെ പോയി അവിടെ കൊണ്ടയാക്കി. അപ്പോൾ ഒരു 45 ദിവസം കഴിഞ്ഞപ്പോൾ അവന് SSLC പരീക്ഷയുടെ IT എക്സാം വന്നു. അപ്പോൾ പിന്നെ ഞാൻ അന്നേരം വിപിനെ വിട്ട്, നമ്മുടെ മൂത്ത കൊച്ചിനെ വിട്ട്, അവൻ പോയി അവനെ കൊണ്ടുവന്ന് IT പരീക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും അവനെ തിരിച്ചു കൊണ്ടാക്കി. അത് കഴിഞ്ഞ് SSLC പരീക്ഷ വന്നു കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും പോയി മൺവിളയിൽ നിന്ന് അവനെ കൊണ്ടുവന്ന് SSLC പരീക്ഷ എഴുതിച്ചുകൊണ്ടിരുന്നു. ഈ SSLC പരീക്ഷ എഴുതാനായിട്ട് ഇവിടെ വന്ന സമയത്താണ് ഇവനും മറ്റേ കൊച്ചും കൂടെ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റിന് പോയേക്കണ കൊച്ചിനോട് പറഞ്ഞിട്ട് 10 പാക്കറ്റ് കൂള് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? 90 ദിവസത്തെ പ്രോഗ്രാമിൽ 45 ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്ന കൊച്ചാണ് അപ്പോൾ ഇത് ചെറിയ വിഷയമല്ലാതെ ഞാൻ പറയാം. ഈ സാധനം ഒന്നും സമൂഹത്തിൽ നിന്ന് മാറിപ്പോണെങ്കിൽ നമുക്ക് പറഞ്ഞില്ലേ, ഇത് എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും കാര്യമില്ല. ഇത് എത്താതിരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ള ഉറപ്പായ കാര്യം. അത് തത്വദീക്ഷയുള്ള നല്ല ദീർഘവീക്ഷണമുള്ള നമ്മുടെ നിയന്ത്രണത്തിന് മുകളിലുള്ള കാര്യമാണെന്ന് ചുരുക്കം. അല്ലേ? അത് എന്ന് പറഞ്ഞാൽ അത് നല്ല കാഴ്ചപ്പാടുള്ള നല്ല ഭരണാധികാരികൾ വന്നാൽ ഇത് ഇല്ലായ്മപ്പെടുത്താതെ
ഇതിനകത്തൊരു കാര്യം. ഞാനിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നമുക്കറിയാം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ, രാഷ്ട്രീയത്തിന്റെ അവസ്ഥ ഏതാ നമുക്ക് കൃത്യമായിട്ട് അറിയാം. മനുഷ്യർ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ജീവിക്കണമെന്ന് നമുക്കറിയാം. ഇതിനിടയ്ക്ക് അതിനെ ചർച്ച ചെയ്തിട്ടൊരു കാര്യമില്ല. ഈ 1200ഓളം കുഞ്ഞുങ്ങൾ ഇന്ന് ഇടുക്കി ജില്ലയിലുള്ള വിവിധ ഹോമുകളിലുണ്ട്. കേരളത്തിലെ മുഴുവൻ ഹോമുകളിലും കൂടെ എത്ര ആയിരക്കണക്കിന് പിള്ളേർ കാണും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഒരൊറ്റ റീസണേ ഉള്ളൂ. ഇന്ന് കേരളത്തിലുള്ള ഏത് ഹോമുകളിലെയും എല്ലാ കുഞ്ഞുങ്ങളുടെയും പുറകിലേക്ക് നടന്നു പോകും. ഈ ഒരൊറ്റ കാരണമുള്ളൂ, മദ്യവും മയക്കുമരുന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ വിശ്വവിദ്യാമഠത്തിൽ പോയി. അതൊരു 13 വയസ്സുകാരനെ അവിടെ ആക്കാൻ വേണ്ടിയിട്ടുള്ള, കാരണം 13 വയസ്സുകാരനെ കൊണ്ട് വല്യച്ഛനും വല്യമ്മയും മടുത്തു. അച്ഛൻ്റെ വഴിക്ക് കഞ്ചാവും കള്ളുമായിട്ട് പോയി. അമ്മ നിസ്സഹായപ്പെട്ടൊരു പാവം നേഴ്സ്. അതിന് ഈ 13 വയസ്സുള്ള കൊച്ച് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ വിഷമിക്കുക. ഇപ്പോൾ ഭയങ്കര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുക. 13 വയസ്സേ ഉള്ളൂ. ഇനി അതിനെ മാനേജ് ചെയ്യാൻ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഒരു സ്കൂളിനും പറ്റത്തില്ല. അപ്പോൾ വിശ്വവിദ്യാമഠത്തിൽ മാത്യു സാർ ഇങ്ങനെയുള്ള കേസുകൾ മാത്രമേ പിടിക്കുകയുള്ളൂ. അതായത് സമൂഹത്തിൽ നിന്ന് വഴിതെറ്റി പോകുന്നവങ്ങളെ തിരിച്ച് വഴിയിലേക്ക് നടത്തുക എന്നുള്ളതാണ് പുള്ളിയുടെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ വിശ്വവിദ്യാമഠത്തിൽ പോയി ഞാനൊരു 3 മണിക്കൂറോളം സാറിനോട് സംസാരിച്ചു ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അവിടെ ഒരു ബോർഡിൽ കുറേ ക്യാപ്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ലിവ്. ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ലിവ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ലവ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു സ്മൈൽ. അങ്ങനെ കുറേ വാക്കുകൾ. എല്ലാം സിമ്പിളാണ്. ഓക്കെ. അവസാനത്ത് കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താണെന്നറിയോ? ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ബി സിമ്പിൾ. മനസ്സിലായില്ല? മനസ്സിലായി. സിമ്പിൾ ടു ലിവ്, സിമ്പിൾ ടു ലിവ്, സിമ്പിൾ ടു ലവ്, സിമ്പിൾ ടു സ്മൈൽ. എവറിത്തിങ് ഈസ് സിമ്പിൾ, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ബി സിമ്പിൾ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ സിംപ്ലിസിറ്റിയുള്ള ആഠ്യത്വമുള്ള ഭരണാധികാരികൾ നമ്മളെ ഭരിക്കാനുണ്ടെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. ഇടുക്കി ജില്ലയിൽ ഒരു കെയർ ഹോമും ആവശ്യമില്ല. ആത്യന്തികമായിട്ട് ജനനന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യരുണ്ടായാൽ അത്. അപ്പൊ ഈ വിഷയങ്ങൾ ഞങ്ങൾ അതുപോലെ രൂക്ഷമായിട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിലുള്ള ഇങ്ങനെയുള്ള ഹോമുകൾ, ഇപ്പോൾ ഞാൻ സത്യം പറയാണ്, ഇടുക്കിയിലുള്ള 2 ഹോമുകൾ ബോയ്സ് ഹോം നിർത്തി എന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ല. പണിതിട്ടിരിക്കുന്ന കക്കൂസിന്റെ വാതിലുകളൊക്കെ പറമ്പിലാണ് കിടക്കണേ. മനസ്സിലായല്ലേ? അത് ആദ്യം ഫൈബർ കൊണ്ടുണ്ടാക്കി, പിന്നെ മരം കൊണ്ടുണ്ടാക്കി, പിന്നെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കി. ഇരുമ്പ് വാതിലും പറമ്പില കിടക്കുള്ളൂ. കരുത്ത് തെളിയിക്കുന്ന എന്ത് ചെയ്യൂന്ന് പറ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 1,85,00,000 രൂപ മുടക്കിയിട്ടാണ് നമ്മുടെ ആദർശ് ബോയ്സ് ഹോം 11,000 സ്ക്വയർ ഫീറ്റ് പണിത്. കൊറോണ കാലത്ത് അനേക മനുഷ്യരുടെ നന്മ കൊണ്ട്. മദറാഞ്ചേരിയിൽ 1 രൂപ ഉണ്ടായിട്ട് തുടങ്ങിയതല്ല പണി. തലച്ചിറ ഫാമിലി നമുക്ക് 33 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് തന്നു. അവിടെ BPCL CSR ഫണ്ട് നമുക്ക് 30,44,000 രൂപ തന്നു. അങ്ങനെ കുറേ മനുഷ്യരുടെ നന്മയാണ് ആദർശ് ബോയ്സ് ഹോം. സ്വർഗം പോലുള്ള വീട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ റിസോർട്ട് മോഡലിലാണ് നമ്മൾ പണിത് വെച്ചത്. ഞാൻ പറഞ്ഞില്ല, 7 പിള്ളേർക്ക് ഉപയോഗിക്കാവുന്ന നല്ല കംപ്ലീറ്റ് സെറ്റപ്പ് ആയിട്ടുള്ള 3 ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ 40 പിള്ളേർക്ക് എനിക്ക് വേണ്ടിയിട്ട് 16 ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ പറയാൻ കഥ. 6 മാസം തികയുന്നതിന് മുമ്പ് ആ ഫൈബർ ഡോറുകൾ മുഴുവൻ നമ്മുടെ മക്കൾ നശിപ്പിച്ചു. അതായത് ഫൈബർ ഡോറിന്റെ നടുക്കോടെയൊക്കെ തൊള. അകത്തിരിക്കണവരെ പുറത്തേക്ക് ഇറക്കാൻ ഒറ്റ ചവിട്ടിന് വാതിൽ 2 കഷ്ണമാണ്. ക്ഷമയില്ലാന്ന് ചുരുക്കം. ഞാൻ ഈ ഒരു അവസ്ഥ, ഇത് നമ്മുടെ പച്ചയായ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ്. പിന്നെ പഠിച്ച പാഠങ്ങൾ, ഞാൻ ഇവരെ ആരെ ശാസിക്കാനും പോയില്ല, ശിക്ഷിക്കാനും പോയിട്ടില്ല. അവിടെ പോയി നിന്ന് നെടുവീർപ്പിടും. അന്നേരം നമ്മളെ മേല് മുഴുവൻ ഇങ്ങനെ തളർന്നു പോകണമല്ലോ നമുക്ക് തോന്നും. ഇത് കാണുമ്പോൾ തളർന്നു പോകണമല്ലോ നമുക്ക് തോന്നും. എന്നാലും ഊർജ്ജം സംഭരിച്ച് നമ്മൾ ഇറങ്ങിപ്പോരുക. ഇനി മക്കളെ, ഇത് ആരാടാ ചെയ്തേ? ഈ ഡോർമെട്രിയിൽ ക്യാമറയുണ്ട്, കക്കൂസിൽ ക്യാമറയില്ലല്ലോ. ഈ 44 എണ്ണത്തിനെ നിരത്തിയിരുത്തിട്ട്, മക്കളെ നിങ്ങളെ ഒന്നും ചെയ്യാനല്ല, മക്കൾ സത്യം അറിയാൻ വേണ്ട, ഇതാരാ ചെയ്തേ ഒന്ന് പറയും. ഒരായുസ് മുഴുവൻ അവിടെ നിന്ന് ചോദിക്കാന്നല്ലാതെ ഉത്തരവുണ്ട്. ഈ സുഭിക്ഷമായിട്ടേ എല്ലാം മുന്നിലേക്ക്, ഒറ്റ സെക്കൻഡ്, ഈ സുഭിക്ഷമായിട്ട് എല്ലാം മുന്നിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു വില കാണുമല്ലോ. അതൊരു കാര്യം. അതിനേക്കാൾ ഉപരി ഇതിനകത്ത് ക്ഷമയില്ലായ്മയല്ല പക്ഷേ, ഈ ഒരു ഉത്തമ വ്യക്തിത്വം എപ്പോഴാണ് ശരിക്കും രൂപപ്പെടേണ്ടത്?
ഒരു 6 വയസ്സിന് മുമ്പ്, ഒരു 7 വയസ്സ് താഴെ, അതായത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ ഒരു 7 വയസ്സ് വരെ ഈ കുഞ്ഞ് ജനിച്ചല്ല ഉദരത്തിലായിരുന്ന സമയം മുതൽ പ്രപഞ്ചത്തിലേക്ക് വന്നതിന് ശേഷം ഒരു 6-7 വർഷം ഈ പ്രപഞ്ചം നല്ലതാണെന്നും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നല്ലതാണെന്നും എല്ലാ മനുഷ്യരും നല്ലതാണെന്നും കുഞ്ഞിൻ്റെ തലയിൽ കയറിയെങ്കിൽ മാത്രമേ, അവൻ്റെ കുഞ്ഞിൻ്റെ മനസ്സൊരു ടാബുലർ റാസായ എഴുതപ്പെടാത്ത മനസ്സാണ്. അപ്പോൾ ഈ എഴുതപ്പെടാത്ത മനസ്സിലേക്ക് എഴുതപ്പെടുന്നതെല്ലാം സംശുദ്ധമായതാണെങ്കിൽ മാത്രമേ ഈ കുഞ്ഞിന് സമഗ്രമായിട്ട് വളർന്നു വരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വളരാത്ത കുഞ്ഞുങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്കിത് മാനുഷികമായിട്ട് ആത്മീയമായിട്ടുമൊക്കെ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാന്നുള്ള വേറെ ഒരു വഴി ഇതിനകത്ത് ഞാൻ കാണില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ നിയന്ത്രിക്കുന്നതേക്കാൾ ഉപരിയായിട്ട് നല്ല മാതൃകയുള്ള പേരന്റിങ് മാത്രമേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുള്ളൂ എന്നുള്ളത് പരിഹാരമുണ്ട്, സുദൃഢമായ സത്യമാണ് കാര്യം. ഈ കുട്ടികളെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞല്ലോ, ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു സെൻറ്ററിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് ഈ ഇത്രയും കരുതലോടുകൂടി ഇവർക്ക് ചികിത്സ നൽകിയാൽ പോലും വീണ്ടും ഇവർ ഇതിനഡിക്റ്റാണ്. അപ്പോൾ പരിഹാരമാർഗമായിട്ട് ഈ ഒരു 90% പരാജയമെന്ന് വേണം കണക്ക് കൂട്ടാൻ. കാണും ഒരു പക്ഷേയൊക്കെ കുറേയൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന കാണും. അപ്പോൾ ജോഷാച്ചൻ പറഞ്ഞു വെച്ച പോയിന്റ് വെച്ച് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇത് നല്ല പേരൻറ്റിങ് ഉണ്ടായാലേ ഈ കുഞ്ഞുങ്ങൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള, കുടുംബത്തോട് പ്രതിബദ്ധതയുള്ള, സ്വന്തം വ്യക്തിത്വത്തോട് പ്രതിബദ്ധതയുള്ള വ്യക്തികളായിട്ട് രൂപപ്പെടുമെന്ന് മനസ്സിലാവുന്നു. ഉറപ്പായിട്ടും. അതല്ലെങ്കിൽ അവർ വളർന്നു വരുന്നിടത്തോളം കാലം ഇവരുടെ പരിക്കുകൾ, ഇവരുടെ ഉള്ളിലെ പരിക്കുകളാണ് അവരെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. ഈ പരിക്കില്ലാത്ത ഹൃദയത്തിൽ നിന്ന് മാത്രമേ, പരിക്കില്ലാത്ത മനസ്സിൽ നിന്ന് മാത്രമേ ശുദ്ധമായതും നന്മയായതും സ്നേഹമായതും സമൂഹത്തിന് ഉപകരിക്കുന്നതും ഒക്കെ പുറത്തേക്ക് വരത്തുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയുന്നത് നമ്മൾ തന്നെ എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. ഈ ജനറേഷനാണ് അടുത്ത ജനറേഷൻ്റെ ഉത്തരവാദിത്തം. ഒരു സംശയവും വേണ്ട ജോൺസ, ശിഥിലമായി പോകുന്ന കുടുംബ ബന്ധങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന 100% ക്രൈമോ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന എന്ത് സംഭവവും, അപകടങ്ങൾ. ഇപ്പോൾ പ്രകൃതി ഉണ്ടാക്കുന്ന അപകടങ്ങൾ, ഇപ്പോൾ പ്രളയം വന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഇടിമിന്നലേറ്റാലും മരിച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഉരുൾ പൊട്ടി ആളുകൾ മരിക്കണം, ഭൂകമ്പം ഉണ്ടായ ആളുകൾ മരിക്കണം. ബാക്കി നമുക്ക് സങ്കടകരമായിട്ട് നേരം വെളുക്കുമ്പോൾ പത്രത്തിൽ കാണുന്ന അല്ലെങ്കിൽ ചാനലിൽ കാണുന്ന സകല പ്രശ്നങ്ങളുടെയും പുറകിൽ ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത കുടുംബ ബന്ധങ്ങളിൽ നിന്നും മാത്രം ഉണ്ടാകുന്ന പ്രശ്നം. നമ്മളിത്രയും നേരം കുഞ്ഞുങ്ങളിലുള്ള ലഹരി ഉപയോഗവും അത് എവിടെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അവധിക്കാലമാണ്. അപ്പോൾ ഇനി ഉള്ള കാര്യം, കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ ചെലവഴിക്കുന്നു എന്നൊക്കെ ഉള്ളതെന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ജോൺസേ, നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ അവധിക്കാലമാണ്, നമുക്ക് എക്സ്ട്രാ ബേർഡൻസ് ഉണ്ട്, പക്ഷേ അതൊരു ചൈതന്യവത്തായ ഒരു പണിയാണ്. അതുകൊണ്ട് നമുക്ക് ക്ലേശങ്ങളുണ്ടെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടാണല്ലോ ചെയ്യണേ, അതുകൊണ്ട് അത് ക്ലേശമായിട്ടൊന്നും കരുതുന്നില്ല. പിന്നെ ഈ അവധിക്കാലത്തേക്ക് നമ്മൾ വളരെ നല്ല പ്രോഗ്രാമുകളൊക്കെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. പിള്ളേരുടെ മ്യൂസിക്കിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കും. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 5:30 മുതൽ 7:00 വരെ അടിസ്ഥാനങ്ങൾ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ 1ാം ക്ലാസ് മുതൽ ഏറ്റവും മൂത്ത മോനിപ്പോൾ MCOM കഴിഞ്ഞിട്ട് B.Ed പഠിക്കുക. അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യവും സേവനവും ഉണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ 1ാം ക്ലാസ് മുതലുള്ള കുഞ്ഞുങ്ങളെ എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കും. ഇപ്പോൾ അക്ഷരം അറിയില്ലാത്ത കുഞ്ഞുങ്ങളെ മലയാളത്തിൻ്റെയോ ഹിന്ദിയുടെയോ ഇംഗ്ലീഷിൻ്റെയോ മാത്സിൻ്റെ എന്താ പറയുക ബേസിക്സ് എല്ലാം. അപ്പോൾ അങ്ങനെ വൈകുന്നേരം അതിന് വേണ്ടിയുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ ഗാർഡനിങ് ഉണ്ട്, വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം കൃത്യമായിട്ട് വിന്യസിച്ച ഓരോ കാര്യങ്ങൾ വളരെ ക്രിയാത്മകമായിട്ട് ചെയ്യണമെന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സന്തോഷകരമായ ഒരു അവധിക്കാലം നമുക്കിവിടെ തന്നെയുണ്ട് അല്ലേ? ഓക്കെ. ഇപ്പോൾ മക്കളിപ്പോൾ അവരെ ഇപ്പോൾ വീടുകളിലേക്ക് പോകാൻ നിവൃത്തിയില്ലാത്ത മക്കളാണ് നമുക്കിവിടെ. വീടുകളിലേക്ക് പോകേണ്ടവരെല്ലാം പോയി. കാരണം അത് DCPയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും വളരെ സ്ട്രിക്റ്റാണ്. അച്ഛനോ അമ്മയോ ഉള്ള കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും 2 മാസമെങ്കിലും അവരുടെ കൂടെ ആയിരിക്കണം. ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള മക്കൾ വേറെ എങ്ങും പോകാൻ നിവൃത്തിയില്ലാത്തതാണ്. അപ്പോൾ അവരെ നമുക്ക് ഒരു വീടിൻ്റെ പശ്ചാത്തലം ഒരുക്കി, സ്നേഹമസനമായ ഒരു അന്തരീക്ഷം ഒരുക്കി ഈ 2 മാസക്കാലം ഏറ്റവും എൻജോയബിളായിട്ട്, മിക്കവാറും നാളെ വൈകുന്നേരം മുട്ടം പാർക്കിൽ എല്ലാവരും കൂടെ ഒന്ന് കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹമുണ്ട്.
പിന്നെ ഇപ്പോൾ പുതിയൊരു ട്രാവലർ നമുക്ക് കിട്ടി, ദൈവം കാത്ത്, അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ അവധിക്കാലം സ്പെൻഡ് ചെയ്യാനായിട്ട് പോകാനൊക്കെ ഉള്ള പ്ലാനുകളുണ്ട്. മാക്സിമം അവരുടെ സമഗ്രമായ വളർച്ച ഉപകരിക്കുന്ന എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. ഇത്രയും സമയം നമ്മൾ ജോഷാച്ചനെ കേൾക്കുകയായിരുന്നു. ഇനിയും ജോഷാച്ചനിൽ നിന്ന് ധാരാളം നമുക്ക് കേട്ടറിയാനുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ നമുക്കത് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം.